നമസ്കാരം, എല്ലാവർക്കും മറ്റൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് പിസ്സ ആണ്, ചിക്കൻ പിസ്സ. സ്വാഗതം. നമുക്ക് ആദ്യം തന്നെ ഓവൻ പ്രീഹീറ്റ് ചെയ്യാം. 200 ഡിഗ്രിയിൽ 250-ൻ്റെ 2 കപ്പ്. അതിലേക്ക് 2.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 ടീസ്പൂൺ സോൾട്ട് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി അതിലേക്ക് 1 കപ്പ് ലൂക്ക് വാം വാട്ടർ ഒഴിച്ച് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. ബാക്കിയുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ടായിട്ടുണ്ട്. ക്ലീൻ ആയിട്ടുള്ള സർഫേസിലിട്ട് ഒന്നും കൂടെ കൈ കൊണ്ട് നന്നായിട്ട് നീഡ് ചെയ്തെടുക്കാം. കത്തി വന്ന് ഇച്ചിരി പൊടി ഇടാം. കയ്യെ നന്നായിട്ട് പൊടി പറ്റിക്കണം. ഞാൻ മുന്നോട്ട് പുറകോട്ട് കാണിച്ച് നീഡ് ചെയ്തെടുത്താൽ മതി. ഒരു കാര്യം ഓർക്കണം, നമ്മൾ വളരെ സോഫ്റ്റായിട്ട് വേണം ഇത് ഉണ്ടാക്കാനായിട്ട്. ആവശ്യമുണ്ടെങ്കിൽ സ്വല്പം കൂടെ ഫ്ലവർ ഇട്ട് കൊടുക്കാം. ഒരു സ്വല്പം എണ്ണ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് മസാജ് ചെയ്യാം. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇത്തിരി എണ്ണ ഒഴിച്ചിട്ട് ഇട്ട് വെക്കാം. നമുക്കൊരു ക്ലിങ് ഫോയിലിട്ട് മൂടി വയ്ക്കാം. ബേസിന് വേണ്ട മിക്സ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് റൈസ് ചെയ്യാൻ സമയം എടുക്കും. ആ സമയത്ത് നമുക്ക് അതിന് വേണ്ടി ചിക്കൻ മാരിനേറ്റ് ചെയ്യാം. 2 ടീസ്പൂൺ യോഗേട്ട്, ടീസ്പൂൺ വെച്ച് ജിഞ്ചർ ഗാർലിക് പൗഡർ, ഒരു 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതൊരു അരമണിക്കൂർ നേരം മസാലയൊക്കെ ഇറങ്ങാനായിട്ട് മൂടി വെക്കാം. ഇനി നമുക്ക് ആവശ്യമുള്ള സോസ് ഉണ്ടാക്കാം. നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ചൂടായ എണ്ണയിലേക്ക് ഇപ്പോൾ ഉണക്ക ചെമ്മീൻ ഇട്ട് കൊടുക്കാം. നമുക്ക് ആദ്യം അത് ചൂടായിട്ടുണ്ട്. 3 ഗാർലിക്കാണ് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്, അതിട്ട് കൊടുക്കാം. ഒരു ഒനിയൻ നമുക്കിട്ട് കൊടുക്കാം. അതൊരു മീഡിയം സൈസ് ഒനിയനാണ്. ഇനി ഇതിലേക്ക് ഒരു 2 ടൊമാറ്റോ, ഒരു മീഡിയം ടൈപ്പ് 2 ടൊമാറ്റോ നമ്മൾ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു സ്വല്പം വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് കലക്കി അങ്ങോട്ടിടാം. ഒരു 1/2 കപ്പ് വെള്ളമുണ്ട്, അത് നമുക്ക് ഒഴിച്ച് കൊടുക്കാം. കാരണം ഇതൊരു 20 മിനിറ്റേലും ഈ സോസ് വേകണം. ഇനി ഇതിനാവശ്യമായിട്ടുള്ള മസാല ഇട്ട് കൊടുക്കാം. ഒരു സ്വല്പം ബ്ലാക്ക് പെപ്പർ, 1 ടീസ്പൂൺ ബേസിൽ, ഒരു ടീസ്പൂൺ ഒറിഗാനോയും ഇട്ട് കൊടുക്കും. പപ്രിക്ക ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അല്ലെങ്കിൽ 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി, ഇത്രയും ആവശ്യത്തിന് ടേസ്റ്റിനുള്ളത് നമുക്കൊന്ന് പതുക്കെ ഇളക്കി കൊടുക്കാം. മൂടി വെച്ച് 20 മിനിറ്റ് വേവിക്കുന്നത്. അരമണിക്കൂറായി. ഇനി നമുക്കിത് പരത്തിയെടുത്ത് വെക്കാവുന്നതാണ്. അത് നമ്മുടെ കൈ കൊണ്ട് തന്നെ പരത്താം. വളരെ സോഫ്റ്റ് പൊടിയിടുക. അത് നമ്മൾ 2 കപ്പിട്ട് ഉണ്ടാക്കിക്കഴിഞ്ഞാൽ അതുകൊണ്ടുള്ള നമ്മുടെ കറക്റ്റ് 36 സെൻറ്റിമീറ്ററിൻ്റെ ട്രേക്ക് അത് കറക്റ്റ് അളവാണ്. നമുക്കിങ്ങനെ വെച്ച് അതിൻ്റെ അളവ് നോക്കാം. അത്രയൊക്കെ ചേർത്ത് വെക്കുക. പൊടി ഇടണമെങ്കിൽ നമുക്ക് പൊടി ഇടാവുന്നതാണ്. പക്ഷേ ഇത് നമ്മുടേത് നോൺ സ്റ്റിക്ക് ട്രേ ആണ്, അതുകൊണ്ട് പൊടി ഇടേണ്ട കാര്യമില്ല. സോസ് നമുക്ക് ഇട്ട് കൊടുക്കാം. സോസ് ഇച്ചിരി വാമാണ്. ചീസ് ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇടുമ്പോൾ ഒരു കാര്യം നമ്മൾ ഓരോ പീസായിട്ട് വേണം ഇടാനേ, അല്ലെങ്കിൽ ഇത് വേഗില്ല. പിന്നെ നമുക്ക് ജസ്റ്റ് ഓരോന്നായിട്ട് ഒരു കാര്യം നമ്മളിത് ടച്ച് ചെയ്യാൻ പാടില്ലേ. പിന്നെ ഇടയ്ക്കോടെ നമ്മൾ വെച്ച് വേണം കൊടുക്കാൻ. ഇത് ചിക്കൻ ഇട്ടതിന് ശേഷം നമുക്ക് ഒനിയൻ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് യെല്ലോ ക്യാപ്സിക്കം വെച്ച് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് ഫില്ലിങ് വെക്കണം. എന്നാലേ ഇനി നമുക്കിതിലേക്ക് ഗ്രീൻ ക്യാപ്സിക്കം വെച്ച് കൊടുക്കാം. മൊച്ചറല്ല ചീസ് ഇട്ട് കൊടുക്കാം ഒരു ലെയറായിട്ട്.
കുറച്ച് ഓരോ ഒലീവ്സ് ഇട്ട് കൊടുക്കാം. ജാൽപ്പിനോ ഇഷ്ടമാണെങ്കിൽ ജാൽപ്പിനോസ് ഇട്ട് കൊടുക്കാം. പിക്കിൾഡ് ആയിട്ടുള്ള റെഡ് ചില്ലീസ് ഇടാം. സ്പ്രിംഗ് ഒനിയൻ നമുക്ക് തൂളി കൊടുക്കാം. ഇനി നമുക്കിത് ചൂടായിട്ടിരിക്കുന്ന ഓവനിലേക്ക് വെക്കാം. 20 മിനിറ്റ് നേരത്തോളം നമുക്കിത് കുക്ക് ചെയ്യാനുണ്ട്. നമുക്ക് അടയ്ക്കാം. നമ്മുടെ പിസ്സ ആയിട്ടുണ്ട്. 21 മിനിറ്റായി. നമുക്ക് എടുക്കാം. I like the sauce and it is beautiful. I absolutely love it. Yum, it's really good. Chicken tastes good. Please hit the notification bell down below. Subscribe and hit the like button for more pizza. Whoa. Really, really good. നമുക്കൊരു പീസ് കഴിച്ചു നോക്കാം. എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. സൂപ്പർ, നന്നായിട്ടായിട്ടുണ്ട്. എല്ലാവരും പിസ്സ ഉണ്ടാക്കി കഴിക്കണം. അടിപൊളി.